കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമനത്തിലെ UGCയുടെ നിലപാടുകളെ ചോദ്യം ചെയ്ത് പ്രിയ വർഗീസ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നുവെന്ന വാർത്ത വരുന്നുണ്ട്. സത്യവാങ്മൂലം സമർപ്പിച്ചു കഴിഞ്ഞു. ഡെപ്യൂട്ടേഷനിൽ ഗവേഷണം നടത്തിയത് അധ്യാപന പരിചയത്തിന്റെ ഭാഗമെന്നാണ് പ്രിയ വർഗീസിന്റെ വാദം. നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ ഹർജികൾ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. അതായത് ഇന്നാണ് പരിഗണിക്കുക. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. രാധാകൃഷ്ണൻ, ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നു. എനിക്കൊന്ന് പ്രിയയോടൊക്കെ സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞു. അവർക്ക് ആത്മവിശ്വാസമുണ്ടോ ഇക്കാര്യത്തിൽ? പറയൂ. ഇത് കേരള ഹൈക്കോടതി പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ചിരുന്നു. ഇതിനെതിരെ UGC ആണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ കേസിലാണ് ശനിയാഴ്ച കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഒപ്പം ഇന്നലെ രാത്രിയോടുകൂടി പ്രിയ വർഗീസും സത്യവാങ്മൂലം ഓൺലൈനായിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. പ്രിയ വർഗീസ് അവരുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നത് തനിക്ക് എതിരെ UGC ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, തന്റെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ്. നിയമപ്രകാരം തനിക്ക് ഈ നിയമനത്തിന് അർഹതയുണ്ട്. കാരണം താൻ ഗവേഷണം നടത്താനായിട്ട് പോയ കാലയളവ് അത് സർവീസിൽ നിന്നും മാറി നിന്നുകൊണ്ടല്ല, പകരം ഡെപ്യൂട്ടേഷനിലാണ് താൻ ഗവേഷണം നടത്താനായിട്ട് പോയത്. ആ കാലയളവ് അതുകൊണ്ട് തന്നെ അധ്യാപന പരിചയത്തിന്റെ ഭാഗമായിട്ട് ആണ് കണക്കാക്കപ്പെടേണ്ടത്. അത് കണക്കാക്കാനായി UGC തയ്യാറാകുന്നില്ല. UGC പറയുന്നത് 2018 റെഗുലേഷനെ ചൂണ്ടിക്കാട്ടിയാണ് UGC കാര്യങ്ങളെല്ലാം വാദിക്കുന്നത്. പക്ഷേ തനിക്ക് ബാധകമാവുക 2010 റെഗുലേഷനാണ്. ഈ 2010 റെഗുലേഷൻ അനുസരിച്ച് ഇത് ഗവേഷണം നടത്താൻ പോകുന്ന ഘട്ടത്തിലെ സമയപരിധി കൂടി തന്റെ അധ്യാപന പരിചയത്തിന്റെ ഭാഗമായിട്ട് വരും. അങ്ങനെയാകുമ്പോൾ തനിക്ക് ഈ നിയമനത്തിന് അസോസിയേറ്റ് പ്രൊഫസറായി തന്നെ നിയമിച്ച നടപടി അത് നിയമപ്രകാരം കേരള ഹൈക്കോടതി വിധിച്ചതുപോലെ നിലനിൽക്കും എന്നുള്ളതാണ് പ്രിയ വർഗീസിന്റെ വാദമായിട്ട് ഉള്ളത്. UGC ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്ന വാദം ദൂരവ്യാപകമായിട്ടുള്ള പ്രതിഫലനങ്ങൾ കേരള ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിയില്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് കൂടി പ്രിയ വർഗീസ് തന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അതിൽ ഈ 2010 റെഗുലേഷൻ ആണ് ചൂണ്ടിക്കാട്ടുന്നത്. 2018 റെഗുലേഷൻ തനിക്ക് ബാധകമല്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രിയ വർഗീസിന്റെ സത്യവാങ്മൂലം ഉള്ളത്. നേരത്തെ തന്നെ UGC ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത്. നേരിട്ട് സോളിസിറ്റർ ജനറൽ തന്നെയാണ്, തുഷാർ മേത്ത തന്നെയാണ് ഈ കേസിന്റെ ഭാഗമായിട്ട് ഹാജരാവുകയും ചെയ്തത്. ഇന്ന് ഈ കേസ് 54ാമത്തെ ഇനമായിട്ടാണ് പരിഗണിക്കാനായി വച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കേസ് അതുകൊണ്ട് തന്നെ പരിഗണിക്കപ്പെടുക. SK. ഓക്കെ, താങ്ക് യു. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.